ഹലോ ഗൈസ്, അപ്പോൾ നമുക്കിന്നൊരു മീൻ പൊരിക്കുന്ന റെസിപ്പി കണ്ടാലോ. കുറച്ച് പച്ചമുളകും വെളുത്തുള്ളിയും കുരുമുളകും ജീരകവും വേപ്പിലൊക്കെ സെറ്റാക്കി വെക്കുക. ഒപ്പം തന്നെ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്. ഇതാണ് നമ്മുടെ താരം കുടുത മീനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പൊരിക്കാൻ നോക്കാം. മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിൽ ഈ സംഭവങ്ങളെല്ലാം എടുത്തിടുക. എല്ലാം ഇടുക. അതുപോലെ തന്നെ ആ പൊടികളുണ്ടായിരുന്നല്ലോ, ആ പൊടികളും ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം, ഒരിത്തിരി വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അത് അരച്ചെടുക്കാം. അരച്ചിട്ട് അത് ഈ ഒരു രൂപമായിട്ട് വരുമ്പോൾ അതിനെ നമുക്ക് മീനിൽ പുരട്ടി കൊടുക്കാം കേട്ടോ. നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ എടുത്ത് പറക്കി വെച്ചിട്ട് അതിൽ നമ്മുടെ ഈ മസാല ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്യാം. അങ്ങനെ നല്ലോണം മിക്സ് ചെയ്ത് സെറ്റാക്കിയിട്ട് അതിൽ ഒരു ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. അങ്ങനെ മിക്സ് ചെയ്ത് സെറ്റാക്കി വെച്ച് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഒരു 10 മിനിറ്റെങ്കിലും ഫ്രിഡ്ജിൽ വെക്കുക എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അതിനെടുത്തിട്ട് ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കാൻ പോവാണ്. അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ മീനെടുത്ത് വറുക്കാൻ വെച്ചു കേട്ടോ. അതുപോലെ മീൻ വറുക്കുമ്പോൾ കുറച്ച് വേപ്പിലിട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ആ ഒരു നല്ല ഫ്ലേവറും കിട്ടും. അതുപോലെ തന്നെ അടി പിടിക്കാണ്ടൊക്കെ കിട്ടും കേട്ടോ മീൻ. അങ്ങനെ 2 സൈഡും നല്ലോണം വെന്ത് വരുമ്പോൾ അതിനെടുത്ത് മാറ്റി വയ്ക്കാം. അങ്ങനെ എല്ലാ മീൻ കഷ്ണങ്ങളും പൊരിച്ചെടുക്കാം കേട്ടോ. അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ സെർവ് ചെയ്യലാണല്ലോ. അപ്പോൾ നമുക്ക് വേഗം ഒരു പാത്രം എടുക്കാം. എല്ലാ മീൻ കഷ്ണങ്ങളും എടുത്ത് വെക്കാം കേട്ടോ. ഇതാണ് കേട്ടോ എൻ്റെ വീട്ടിലൊക്കെ ചെയ്യാറുള്ള ഒരു ഫിഷ് ഫ്രൈ റെസിപ്പി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.